കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച അതേ ദൂത് പരിശുദ്ധാത്മാവിൽ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 91 സങ്കീർത്തനം വേഗത്തിലെടുത്താട്ടെ, വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് ആമേൻ എന്നിട്ട് പ്രാർത്ഥിക്കാമല്ലോ. 91 സങ്കീർത്തനം അതിൻ്റെ 14, 15, 16 വാക്യമാണെന്ന് സജിമാഷ് വായിച്ചത്. ഒന്ന് വായിക്കാമോ ആ വാക്യം? 91 സങ്കീർത്തനം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. നിങ്ങൾ 91 സങ്കീർത്തനം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാകാതെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 91 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത ആമേൻ 1, 2, 3 വാക്യങ്ങൾ ആമേൻ ഭക്തൻ ദൈവത്തോട് പറയുന്നതാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അത് ഭക്തൻ ദൈവത്തെ നോക്കി പറയുന്ന ഭാഗമാണ്, ദൈവത്തെ നോക്കി പറയുന്നത്. അടുത്ത ചില വാക്യങ്ങൾ ദൈവത്തെ നോക്കി പറയുന്ന ഭക്തന്റെ വിശ്വാസമാണ്. അവൻ സിംഹത്തിന്റെ മേൽ അവൻ ചവിട്ടും, അണലിയെയും പെരുമ്പാമ്പിനെയും അവൻ മെതിച്ച് കളയും. ഇത് ദൈവത്തെ നോക്കി പറയുന്ന ആ ദൈവഭക്തന്റെ അകത്തുള്ള വിശ്വാസമാണ്. എന്നാൽ അടുത്ത 14, 15, 16 വാക്യങ്ങൾ ഒന്നാമത്തെ ഭാഗത്തിലും രണ്ടാമത്തെ ഭാഗത്തിലും ഭക്തൻ ദൈവത്തോട് പറഞ്ഞതിൻ്റെ ഉത്തരമാണ് 14, 15, 16 വാക്യങ്ങൾ. ആ അർത്ഥത്തിൽ വേണം ഈ തിരുവചനം നിങ്ങൾ ചിന്തിക്കാൻ. അതുകൊണ്ട് അവിടെ വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ. ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം, ആമേൻ. 91 സങ്കീർത്തനം അത്യുന്നതന്റെ വസിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം നേരിട്ട് പറയുന്നു. വേദപുസ്തകത്തിൽ ആമേൻ മനുഷ്യർ എഴുതിയ പുസ്തകമാണിതെല്ലാം. നിങ്ങൾക്കറിയാം, 1400 ചില്ലാനും വർഷങ്ങൾ കൊണ്ട് 40-ൽ പരം എഴുത്തുകാർ എഴുതി നമുക്ക് തന്ന പരിശുദ്ധാത്മ പ്രേരണയാൽ നമുക്ക് തന്നതാണ് വിശുദ്ധ വേദപുസ്തകം. അതെല്ലാം മനുഷ്യന്റെ കൈയെഴുത്തിനാൽ ആത്മനിയോഗത്താൽ ദൈവഭക്തന്മാർ എഴുതിയതാണ് അത്. എന്നാൽ ദൈവം നേരിട്ട് എഴുതിയ ഒരു വാക്യമുണ്ടെങ്കിൽ സങ്കീർത്തനം 91 അവസാന വാക്യമാണ്. പ്രവാചകൻ അല്ലെങ്കിൽ ദൈവഭക്തൻ എഴുതി തൂലിക വെച്ചെടുത്തെന്ന് ദൈവം ചിലത് എഴുതി തീർത്തു. അതാണ് 91 സങ്കീർത്തനം. അവൻ ദൈവം നേരിട്ട് പറയുന്നു. അവൻ ആരാണ്? അവൻ ഇന്ന് രാത്രി പകൽ അവൻ നെഞ്ചിലോട്ട് കൈവച്ച് പറ, ആ അവൻ ഞാനാണ്. എല്ലാവരും പറ, ആ അവൻ എന്ന് പറയുന്നത് ഞാനാണ്, എന്നെ കുറിച്ചാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക. ദൈവം പറയുന്നു, ആ മനുഷ്യൻ എന്നോട് പറ്റിയിരിക്കുകയാൽ. ആ അവൻ എന്നിടത്ത് നിങ്ങൾ പേര് കേട്ടണം. ആമൻ. സുരേന്ദ്രങ്ങളെ പേര് കേട്ടണം, സോബലിന്റെ പേര് കേട്ടണം, ആമൻ സ്തോത്രം. അതുപോലെ ജീസിന്റെ പേര് കേട്ടണം, സനിയുടെ പേര് കേട്ടണം. അവൻ എന്നിടത്തെല്ലാം നിങ്ങൾ നിങ്ങളുടെ പേര് കേട്ടിട്ട് പറയണം, ഞാൻ എൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കുകയാൽ എൻ്റെ ദൈവം എന്നെ വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ. ഏത് സന്ധിയുടെ നടുവിലും എന്നെ ദൈവം വിടുവിച്ചിരിക്കുക. ദൈവജനം അല്പസമയം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ ദൈവത്തിന്റെ വിടുതലിന് തടസ്സമായി യാതൊന്നും തന്നെ ഇല്ല. ആ വിടുതലിന് തടസ്സമായി കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏതെല്ലാം ശക്തികൾ, ഏതെല്ലാം വലിയ കരങ്ങൾ അതിനെതിരെ നിന്നാലോ വിടുവിക്കാവുന്ന പറഞ്ഞ ദൈവത്തിന്റെ കര എന്നെ വിടുവിക്ക തന്നെ ചെയ്യുക. ഒരു സാധാരണ മനുഷ്യന്റെ കരമല്ല, ഒരു അസാധാരണ ദൈവശക്തി ഇന്ന് പകൽ എന്റെ ദൈവം എനിക്കും നിനക്കും വേണ്ടി ദൈവം ചെയ്യോ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അവൻ എന്നെ വിടുവിക്കും. വായിക്കണമെന്നില്ല, ഞാൻ അടുത്ത വാക്യത്തിൽ വന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കണം. അവൻ യെശയ്യാ 43-ന്റെ 1-ഉം 2-ഉം എവിടെ നിന്നെല്ലാം വിടുവിക്കും ഞാൻ വായിച്ചുകൊള്ളാം. എവിടെ നിന്നെല്ലാം വിടുവിക്കും? അവൻ ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ, ഞാൻ നിന്നെ വിലമേ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നദിയിലൂടെ കടക്കുമ്പോൾ നദി നിന്നെ മേൽ കവിയുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല, അതിന്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ആമേൻ പറയാൻ കഴിയുമോ? എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയോ? അതിന്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. അതിന്റെ താഴത്തേക്ക് വരുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, അവൻ നിനക്ക് പകരം ഞാൻ കൂശിനെയും നിനക്ക് പകരം ഞാൻ മിസ്രയീമിനെയും കൊടുക്കും, എന്നാൽ ഞാൻ നിന്നെ വീണ്ടെടുക്കും.
എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിന്നെ ദൈവം വീണ്ടെടുത്ത് മറ്റൊരുവനെ മറുവിലയായി കൊടുത്ത് ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ജോശുവ 3:17 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ഞാൻ നിന്നെ ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. എന്നിട്ട് ആ ദൈവം നിന്നെ ഉറപ്പോടെ പറയുന്നു. ആമേ, പുരോഹിതന്മാർ ആമേ പെട്ടകം ചുമക്കം തോളത്ത് വെച്ച് ആ പെട്ടകം എടുത്ത് യോർദാന്റെ വക്കത്ത് ഉള്ളങ്കാലി ചവിട്ടുമ്പോൾ മരണത്തിന്റെ നിഴലായ യോർദാൻ നിന്റെ മുമ്പിൽ നിന്നും വഴിമാറിപ്പോകും. ദൈവം നിന്നെ വിടുവിക്കും. യോർദാൻ എന്ന മരണകരമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. നിന്നേക്ക് വലിപ്പവും പൊക്കവുമുള്ള യെരിഹോ മതിലുണ്ടല്ലോ, ആ മതിലിന്റെ വീഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? 2 അവൻ 4 കാര്യങ്ങളാണ് ആ തിരുവചനത്തിനകത്ത്. 1 അവൻ നിന്നെ വിടുവിക്കും. 2 അവൻ നിന്നെ ഉയർത്തും. 3 അവൻ നിനക്ക് ഉത്തരം തരും. 4 കൂടെയിരിക്കും. ഈ 4 കാര്യങ്ങൾ എനിക്കാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവ കുഞ്ഞുങ്ങളുണ്ട്? അവരെ കരമൊന്ന് ഉയർത്തിക്കേ. പക്ഷെ ഇതിനെല്ലാത്തിനും പ്രതിവാദ വിഷയം അവൻ എന്നോട്. ഒരു മനുഷ്യന്റെ അരക്കച്ച അവന്റെ അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഞാൻ അവരോട് പറ്റിയിരിക്കുമെന്ന് ദൈവം പറയുന്നു. തിരിച്ച് നാം ദൈവത്തോട് പറയണം, ഞാനും അതുപോലെ ദൈവത്തോട് പറ്റിയിരിക്കും. ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ഈ 4 കാര്യങ്ങളിൽ നിന്നും അകറ്റിക്കളയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തോട് പറ്റിയിരിക്കുന്നവന് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് അവൻ എന്നെ വിടുവിക്കും. അത് എത്ര വലിയ മനുഷ്യന്റെ കയ്യിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കും. ഇനി ഒരിക്കലും ഒരു മനുഷ്യനും വിടുവിക്കാൻ കഴിയില്ല എന്ന് വിധി എഴുതിയതിന്റെ നടുവിലോ അവനോട് പറ്റിയിരിക്കുന്നവർ ദൈവം വിടുവിക്കും. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അവൻ സിംഹ കുഴിയിലേക്ക് ദാനിയേലിനെ എറിഞ്ഞിടുമ്പോഴും അവൻ സ്തോത്ര കടിച്ച് കീറി തിന്നാൻ വാവൊളിച്ച് നിൽക്കുന്ന സിംഹത്തിന്റെ വായി സിപ്പിട്ട് പൂട്ടി ദൈവം ഒറ്റ കൽപ്പന കൽപ്പിച്ച് തൊട്ടുപോകരുത്, അവൻ എന്നോട് പറ്റിയിരിക്കുന്നവനാണ്. കത്തിജ്വലിച്ച് നിൽക്കുന്ന തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിച്ചു നിൽക്കുമ്പോഴോ അതിനകത്തേക്ക് 3 പേരെ ദൈവം അവർ വലിച്ചെറിയുമ്പോഴോ ദൈവം തീയോട് പറയുന്നു, തൊട്ടുപോയേക്കരുത്, പൊള്ളലേൽപ്പിക്കരുത്, ചൂട് വർദ്ധിപ്പിക്കരുത്. അവർ 3 പേർ എന്നോട് പറ്റിയിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അവൻ സമുദ്രത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി കാലുകൾ ചവിട്ടി പതുക്കെ പതുക്കെ പത്രോസ് നടക്കുമ്പോൾ ആ വെള്ളത്തെ നോക്കിയിട്ട് ദൈവം പറയുന്നു, വെള്ളമേ താഴാതെ സൂക്ഷിക്ക്, അവൻ എന്നോട് പറ്റിയിരിക്കുന്നവനാണ്. ആമേൻ. അവൻ കറുത്ത അവൻ കാരിരുമ്പ് പോലുള്ള കരിങ്കൽ പാറയും അതിനകത്തുള്ള വിഷസർപ്പങ്ങളോ പത്മോസിന്റെ ദ്വീപിൽ അഴിഞ്ഞാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതാ യോഹന്നാൻ എന്ന അപ്പോസ്തലൻ ചെന്ന് വീണപ്പോൾ ദൈവം പറയുന്നു, തൊട്ടുപോയേക്കരുത്, അവൻ എന്നോട് പറ്റിയിരിക്കുന്നവനാണ്. ഇന്ന് പകൽ വേളയിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. കരം തട്ടി ദൈവത്തെ സ്തുതിച്ച് ദൈവം പറയുന്നു, അവൻ അവൻ അവൻ. ഹല്ലേലൂയ. ആമേൻ. 2 അവനോട് പറ്റിയിരിക്കുന്നവർ അവൻ എന്ത് ചെയ്യും? വിടുവിക്കുന്നല്ല, അത് ആദ്യത്തെയാ. ഉയർത്തും. വലതുകരം ഉയർത്തി പറ, അവനോട് പറ്റിയിരിക്കുന്നവനെ ദൈവം ഉയർത്തും. ദൈവം ഉയർത്തും. ആരെല്ലാം വലിച്ച് താഴോട്ട് ഇടാൻ ശ്രമിച്ചാലും നിന്നെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. ഏതെല്ലാം ആഭിചാരമല്ല, മന്ത്രവാദമല്ല, ശുദ്രമല്ല, എത്ര ചുട്ട കോഴിയെ പറപ്പിക്കുന്നവൻ നിനക്കെതിരെ നിന്ന് വെല്ലുവിളിച്ചാലോ അവൻ നിന്നെ ഉയർത്താൻ വിചാരിച്ചാൽ ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നിന്നെ ഉയർത്തിയിരിക്കും, അവൻ നിന്നെ ഉയർത്തിയിരിക്കും. സങ്കീർത്തനം 137 ഒന്ന് വേഗം ഇടണമനെ. സങ്കീർത്തനം 113 7-ാമത്തെ വാക്യം. സങ്കീർത്തനം 113 അതിന്റെ 7-ാമത്തെ വാക്യം കുറിച്ചെടുത്തോ, വേഗം കുറിച്ചെടുത്തോ. അവൻ എളിയവനെ പൊടിയിൽ അവൻ എളിയവനെ പൊടിയിൽ എഴുന്നേൽപ്പിക്കുകയും അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. അവനെ ഉയർത്തും. വിശ്വാസം പോരല്ലേ? ആമേൻ പറഞ്ഞ് ഏറ്റിട്. സ്തോത്രം.
ആമേൻ പറഞ്ഞേറ്റട്, ആമേൻ പറഞ്ഞേറ്റട്. ദൈവം നിന്നെ ഉയർത്തുമെന്നേ. ശുശ്രൂഷയിലാണോ ദൈവം നിന്നെ ഉയർത്തുമെന്നേ? ബിസിനസ്സിലാണോ ദൈവം നിന്നെ ഉയർത്തുമെന്നേ? ജോലിയിലാണോ ദൈവം നിന്നെ ഉയർത്തുമെന്നേ? ആമേൻ. പരിശുദ്ധാത്മാവിൽ വളരെ വ്യക്തമായി ദൈവം നിങ്ങളോട് പറയുന്നു, അവനോട് പറ്റിയിരിക്കുന്നവരെ അവൻ എന്ത് ചെയ്യും? അവൻ എഫേസർ 6:13 വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന് 13-ാമത്തെ വാക്യം. എസ്തേറിന്റെ പുസ്തകം 6:13. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. മൊർദെഖായിയുടെ മുമ്പിൽ നീ എന്ത് ചെയ്യാൻ തുടങ്ങി? വീഴുവാൻ തുടങ്ങി. എല്ലാവരും ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? ഹല്ലേലൂയ. ദൈവത്തോട് പറ്റി നിൽക്കുന്നവനെതിരെ 50 അടി ഉയരമുള്ള കഴുകുമരം ഉണ്ടാക്കി. ആരാണ്? ഹാമാൻ 50 അടി ഉയരമുള്ള കഴുകുമരം ദൈവത്തോട് പറ്റി നിൽക്കുന്നവനെതിരെ ഉണ്ടാക്കി. എന്നാൽ ദൈവത്തിന്റെ വചനം അടുത്ത വാക്യം പറയുന്നു, അവന്റെ വിദ്വാൻമാരും ഹാമാന്റെ ഭാര്യയും പറയുന്നു, നീ അവന്റെ മുമ്പിൽ വീഴാൻ തുടങ്ങി. നീ അവന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? പരാജയപ്പെടാൻ തുടങ്ങി. ദൈവത്തോട് പറ്റി നിൽക്കുന്നവന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടാൻ തുടങ്ങി. ദൈവത്തോട് പറ്റി നിൽക്കുന്നവന്റെ മുമ്പിൽ ഹാമാൻ പരാജയപ്പെടാൻ തുടങ്ങി. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയോ? നിങ്ങൾ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? വ്യക്തമായിട്ട് ഞാൻ പറയാ, ശത്രു നിങ്ങളുടെ മുമ്പിൽ വീഴാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം. ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. ഇതിനെല്ലാറ്റിനും കാര്യം എന്നാണെന്നറിയാം. ഞാൻ സ്തോത്രം, ക്ഷമിക്കണം കേട്ടോ, ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. നമ്മൾ അടുത്ത പ്രവാചകനെ തേടി പോകുകയാണ്, അടുത്ത ഇന്റർനാഷണൽ പ്രീച്ചറെ തേടി പോകുകയാണ്. എന്തിനാണെന്നറിയോ? ഒന്ന് കൊണ്ടുവന്ന് എൻ്റെ കുടുംബത്ത് വന്നിട്ട് ആമേൻ സ്തോത്രം എനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ എവിടെയെല്ലാം പോകാമോ, ആരെയെല്ലാം വിളിച്ചുകൊണ്ട് വരാമോ, അതെല്ലാം ചെയ്യും. ഞാൻ പറയുന്നത് അത് വേണ്ടെന്നല്ല. അഭിഷിക്തന്മാർ വീട്ടിൽ വരണ്ടെന്നോ അഭിഷിക്തന്മാരെ കൊണ്ട് കൈവെപ്പിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരാവശ്യവുമില്ല. അവനോട് നീ പറ്റിയൊന്ന് നിന്ന് നോക്ക്. ഉയർത്തേണ്ട സ്ഥാനത്തെല്ലാം ദൈവം നിന്നെ ഉയർത്തിക്കോളും. ഹല്ലേലൂയ. ഉയർത്തേണ്ട സ്ഥാനത്തെല്ലാം ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ യവനക്കാരായ സഹോദരന്മാർ കേൾക്കണം. സ്തോത്രം. ആമേൻ. ഐലൻഡിൽ സ്തോത്രം തേയില കമ്പനിയിൽ കേവലം 10,000 രൂപയ്ക്ക് സാലറി വാങ്ങിച്ച് ജോലി ചെയ്യാൻ കോയമ്പത്തൂരിൽ നിന്ന് ഒരു തമിഴൻ പയ്യൻ ഈ ഫോർട്ട് കൊച്ചി വന്നു. അവൻ ജോലി ചെയ്തത് ഐലൻഡിൽ ഒരു ടീ ഫാക്ടറിയിലാണ്. അവന്റെ ആകെ കൂടി ശമ്പളം 10,000 രൂപയാണ്. അവൻ തൊട്ടടുത്ത YMCയിലാണ് വന്ന് താമസിച്ചത്. YMC വന്ന് താമസിച്ച് ആ ചെറുപ്പക്കാരൻ ആദ്യം ഇവിടെ വന്ന് താമസിച്ചന്ന് കൊച്ചി പട്ടണം മുഴുവൻ നടന്ന് ആലയം കണ്ടുപിടിക്കാൻ തുടങ്ങി. എല്ലാ മുക്കിലും മൂലക്കും എല്ലാ ഇടവഴി അവൻ കയറി ഇറങ്ങി. അവൻ അന്വേഷിച്ചത് കഫയല്ല അന്വേഷിച്ചത്. അവൻ അന്വേഷിച്ചത് എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒരാലയം ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ വന്നപ്പോൾ പണ്ട് നമ്മുടെ ചർച്ച് ഓപ്പൺ ചർച്ച് ആയിരുന്നല്ലോ, ഷീറ്റിട്ട ചർച്ച്. അവൻ ഇതിലെ പോകുമ്പോൾ ഈ ബോർഡ് കണ്ടു. അവൻ ഇവിടെ കയറി വന്നു. ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട്. എന്നോട് വന്ന് ചോദിച്ചു, ഇവിടെ ആരാധനയുണ്ടോ? ഞാൻ ഇവിടെ ആരാധനയുണ്ട്. അങ്ങനെ പിറ്റേ ഞായറാഴ്ച മുതൽ അവൻ ആരാധനക്ക് വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ 4 മണിക്ക് എൻ്റെ ഓഫീസിലെ വർക്ക് തീരും, 5 മണിക്ക് ഞാൻ YMCയിൽ ഹാളിൽ റൂമിൽ വരും. പ്ലീസ് പാസ്റ്റർക്ക് അനുവാദമുണ്ടെങ്കിൽ 6 മണി മുതൽ ഒരു 10 മണി വരെ ഞാൻ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോ. അങ്ങനെ 1-ാമത്തെ ദിവസം ഞാൻ ഇവന് താക്കോൽ കൊടുത്ത് മുണ്ടമ്പേലിയിൽ കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായി. ഞാൻ കോട്ടേജ് മീറ്റിംഗിന് മുണ്ടമ്പേലിയിൽ പോയി. ഞാൻ കണ്ട കാഴ്ച, വണ്ടി ഞാൻ ഇറക്കുമ്പോൾ നമ്മുടെ പുൽപ്പിറ്റിൽ വന്ന് ഒരു പായെടുത്തിട്ട് അവൻ മുട്ടേ നിന്നുകൊണ്ട് കൈ 2 ഉയർത്തി പ്രാർത്ഥിക്കുന്ന കാഴ്ച കണ്ടു. അവൻ ചെറുപ്പക്കാരനാ. അന്ന് ഏകദേശം 20-28 വയസ്സേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ആ പയ്യൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എല്ലാ ദിവസവും അവൻ ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അവൻ ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അവൻ ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്ത ജോയലിനെ അടുത്ത പൊസിഷനിലേക്ക് ദൈവം ഉയർത്തി. ആമേൻ. അടുത്ത പൊസിഷനിലേക്ക് ദൈവം ഉയർത്തി. അവൻ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവനെ അവിടത്തെ ഒരു മാനേജർ പോസ്റ്റിലേക്ക് ദൈവം അവനെ ഉയർത്തി. എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഏകദേശം 1.5 വർഷത്തിനകത്ത് എന്റെ സാലറി കൂട്ടി. എനിക്ക് 25,000 രൂപ സാലറി ഉണ്ട്.
ആമേ. ഒരു ദിവസം ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ നാട്ടിലേക്ക് പോകുകയാണ്, അടുത്ത ഒരാഴ്ച ഞാൻ ഇവിടെ കാണില്ല, ഒരാഴ്ച കണ്ടില്ല. ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചു. അവൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ തിരക്കാണ് കേട്ടോ, തിരിച്ചു വിളിക്കാം. അവൻ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് അവൻ വീണ്ടും എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ നാളെ വൈകിട്ട് ഞാൻ ദൈവദാസനെ കാണാൻ അവൻ ചർച്ചിൽ വരുന്നുണ്ട്. അങ്ങനെ ഇവൻ പറയുന്ന സമയത്ത് ഞാൻ നമ്മുടെ ചർച്ചിന്റെ വാതിക്കൽ ഇറങ്ങി ഞാൻ നിൽക്കുമ്പോൾ ഒരു BMW കാറ് വന്ന് വാദിക്കാൻ നിൽക്കുന്നു. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സൂട്ടൊക്കെ ഇട്ട് ഒരു സൂക്കേഴ്സൊക്കെ പിടിച്ച് ഈ ജോയൽ ഇറങ്ങി വരുന്നു. ഞാൻ കണ്ണ് തിരുമി നോക്കിയ ഇവൻ തന്നെയാണോ? ചിരിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ തന്നെയാ ജോയൽ. ഞാൻ ജോയല്ലേ, ഇത് ആരുടെ കാറാ? ഈ കോട്ടാരുടെയാ? ഈ ബാഗ് ആരുടെയാ? അതുകൊണ്ട് പാസ്റ്റർ കൊഞ്ച സമയം എനിക്ക് താൻ ഞാൻ പറയാം. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പാസ്റ്റർ കാണാതിരുന്ന ഒരു സമയമില്ലേ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. ആ 1 മണിക്കൂർ എൻ്റെ ഓഫീസിൽ ഒരു കൊച്ചു മൂലയുണ്ട്, അവിടെ പോയി മുട്ടുമ്പേ നിന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് USA ഞങ്ങളുടെ ജനറൽ മാനേജർ ഞങ്ങളുടെ ഓഫീസ് സന്ദർശിക്കാൻ വരുമ്പോൾ കണ്ട കാഴ്ച, ഞാൻ ആ മൂലക്ക് വേസ്റ്റിട്ടിരിക്കുന്നതിന്റെ മൂലക്കിരുന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യനകത്ത് പോയി തിരിച്ചു വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ 5 ദിവസം ആ മനുഷ്യൻ വാച്ച് ചെയ്തു. എന്നിട്ട് 6ാമത്തെ ദിവസം എന്നെ ഓഫീസിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ്, ഞാൻ വിശ്വസ്തനായ പ്രാർത്ഥിക്കുന്ന എന്റെ കൂടെ നിൽക്കാൻ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു, എനിക്കൊരാളെ കിട്ടി, അത് നീയാണ്. മേശപ്പുറത്തിരുന്ന് താക്കോൽ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, അവൻ അധികാരം കൊണ്ട് മാത്രം ഞാൻ ഈ കസേരയിൽ ഇരിക്കും. ഈ കമ്പനിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും നിന്നെ ഏൽപ്പിക്കുന്നു. രാജ്യങ്ങൾ ട്രാവൽ ചെയ്യാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അവന്റെ കയ്യിൽ കിടന്ന വാച്ച് ആ മനുഷ്യൻ ഊരി മാറ്റി. ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ലക്ഷങ്ങൾ വരുന്ന വാച്ച് അവന്റെ കയ്യിൽ അണിയിപ്പിച്ചു. അവനോട് പറഞ്ഞ്, നീ പോയി ഡ്രസ് എടുക്കണം. അന്ന് മുതൽ യാത്രയാ ഭാഷേ ലോക രാജ്യങ്ങൾ മുഴുവൻ ഞാൻ കറങ്ങിക്കഴിഞ്ഞു. ഞാൻ ഏത് രാജ്യത്ത് എന്നാലും എനിക്ക് താമസിക്കാൻ 5 സ്റ്റാർ ഹോട്ടൽ, ഏത് രാജ്യത്ത് എന്നാലും എയർപോർട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകാൻ വാഹനം. ഞാൻ ജോയലെ ഇതെങ്ങനെ സംഭവിച്ചു? അവൻ എന്നോട് പറഞ്ഞത്, അവനോട് പറ്റിയിരുന്നാൽ അവൻ ഉയർത്തിയിരിക്കും. ഇന്ന് പകൽ മറ്റെല്ലാത്തിനും സമയമുണ്ട്, അവനോട് പറ്റിയിരിക്കാൻ സമയമില്ല. ആത്മാവ് ഞാൻ ദൂത പറയാ, ഇതൊരു ചലഞ്ചായിട്ടേറ്റോ, ഇതൊരു വെല്ലുവിളിയായിട്ടേറ്റോ. അവനോട് പറ്റിയിരിക്കാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറുണ്ട്? നിന്റെ പൊസിഷൻ ദൈവം മാറ്റോ, നിന്റെ നിലവാരം ദൈവം മാറ്റോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ജീസസ്. ഇത് വെറും ഒരു ദൂതല്ല, അവനോട് പറ്റിയിരിക്കണം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെറിൽ പാസ്റ്റർ, അവൻ ഖത്തറിൽ നിന്ന് ഏറ്റവും വലിയൊരു കമ്പനി ആ മനുഷ്യൻ്റെയാ. ആ ദൈവ മനുഷ്യൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, പാസ്റ്റർ ജോലിയില്ലാതെ ഒരു നേരത്തെ ഒരു കുപ്പൂസ് വാങ്ങിക്കാൻ കാശില്ലാതെ ഈ മരുഭൂമി കൂടി ഞാൻ നട്ടുച്ചയ്ക്ക് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കരഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട് പാസ്റ്റർ. പക്ഷെ അതും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഞാൻ വാവിട്ട് കരയും. ആ മനുഷ്യൻ എത്രയോ ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു. എനിക്കറിയാം ഒരുപാട് പേർക്ക്, എത്രയോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, എത്രയോ പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നു. തന്റെ ദൈവ നിലയിൽ എത്തിച്ചത് അവനോട് പറ്റിയിരിക്കുക. നിന്റെ ബലഹീനതകൾ കണക്കിടാതെ, നിന്റെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാതെ, ഉയർത്തിപ്പിടിക്കാതെ, നിന്റെ നാൾ തോറും മാനിക്കാൻ കഴിവുള്ളൊരു ദൈവം. ഞാൻ നിർത്തുന്നില്ല. അവൻ അത് ചുരുക്കി പറയട്ടെ. 3ാമത്, 1 വിടുവിക്കും, 2 എല്ലാരും ഒന്ന് കരം ഉയർത്തിക്കൊണ്ട് പറ. അവനോട് പറ്റിയിരുന്നാൽ അവൻ എന്ത് ചെയ്യും? ആ ഉറപ്പുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി ഒന്ന് ആത്മനിറവിൽ ഒന്ന് പറ, അവൻ ഉയർത്തിയിരിക്കും. മോനെ, പുറത്താ സഹോദരിമാരാ, പുറത്താരോ ഉണ്ട്, പ്രാർത്ഥിക്കാൻ വന്നാന്ന് തോന്നുന്നു, ആ തൊട്ട് കയറ്റി വിട്ടോ. സ്തോത്രം. ഓക്കെ, 3 എന്താ 3? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. 116:1. 116:1.
യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട്, യഹോവയുടെ പ്രാർത്ഥനകളും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവൻ എന്ത് ചെയ്യുന്നു? അപ്പൊ അവൻ ഉത്തരമരുളും. അവൻ എന്ത് ചെയ്യും? അവനോട് പറ്റിയിരുന്നാൽ അവൻ നമുക്ക് എന്ത് തരും? ഉത്തരം തരും. അവസാനത്തെ വാക്യം, അവസാനം 4, കൂടെയിരിക്കും. അവനോട് പറ്റിയിരുന്നാൽ അവൻ എന്ത് ചെയ്യും? കൂടെയിരിക്കും. അവൻ കൂടെയിരിക്കും. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ആമേൻ എന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. ആ വന്നതായ ഫാമിലി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വന്നതല്ല. ആരും തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രാർത്ഥന തീർന്നപ്പോഴാണോ വരുന്നത്. അവർ മറ്റൊരു ആരാധന കഴിഞ്ഞു വരികയാണ്, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥന ആസ്വാദം, നമ്മൾ വിചാരിക്കും ആസ്വാദം കഴിഞ്ഞപ്പോഴാണോ ഇവർ വരുന്നതെന്ന് ചിന്തിക്കരുത്. അവരൊരു പ്രാർത്ഥന കഴിഞ്ഞു വരികയാണ്, അവർ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പ്ലീസ്, അതുകൊണ്ട് കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്. കാരണം ചിലരുടെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോഴാണോ കയറി വരുന്നത് എന്നുള്ള ആ നോട്ടത്തിൻ്റെ ഒരു മറുപടി തന്നേ ഉള്ളൂ. അവർ ഒരു ആരാധന കഴിഞ്ഞു വരുന്നതാണ്. അപ്പോ 4-മത് എന്താണ് പറഞ്ഞത്? കൂടെയിരിക്കും. അവനോട് പറ്റിയിരുന്നാൽ അവൻ എന്ത് ചെയ്യും? വേറെ ആരോടെങ്കിലും പറ്റിയിരുന്നാൽ അവസാനമാകുമ്പോൾ അവർ കൈവിട്ടിട്ട് പോകും. 4 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ. വെടിവെക്കൊന്നും പറഞ്ഞു കളയരുത്. എന്ത് ചെയ്യും? അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും, ഉയർത്തും, ഉത്തരമരുളും. ഇത്രയും കാര്യം പോരെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കാം. എന്ത് ചെയ്യാം? പറ്റിയിരിക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? എത്ര പേര് പറയും ഞാൻ ദൈവത്തോട് കൂടിയിരിക്കും? എന്നെ ഉയർത്താൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ കൂടെയിരിക്കും. എനിക്ക് ഉത്തരം തരുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ കൂടെയിരിക്കും. എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ അവനോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. 2 കരമടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിച്ചു പറ. എന്നെ ഉയർത്തുന്ന ഒരു ദൈവം, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, എനിക്ക് അവൻ ഉത്തരമരുളുന്ന ഒരു ദൈവം, എന്റെ കൂടെയിരിക്കുന്ന ഒരു ദൈവം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയോട് പറ്റിയിരിപ്പാൻ ഇല്ലായ്മയിലും സമൃദ്ധിയിലും രോഗത്തിലും ദുഃഖത്തിലും വേദനയിലും അങ്ങയോട് പറ്റിയിരിപ്പാൻ ഞങ്ങൾക്ക് നിന്റെ കൃപ വേണം കർത്താവേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയോട് പറ്റിയിരുന്നാൽ അങ്ങ് ഞങ്ങളെ വിടുവിക്കുമെന്നും അങ്ങ് ഞങ്ങളെ ഉയർത്തുമെന്നും അങ്ങ് ഞങ്ങൾക്ക് ഉത്തരം തരുമെന്നും അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്നും അങ്ങ് ഞങ്ങളോട് വാക്ക് പറഞ്ഞെങ്കിൽ ഇനിയുള്ള ആയുസ്, ഇനിയുള്ള ജീവിതം അങ്ങയോട് പറ്റിയിരിപ്പാൻ ദൈവം കൃപ ചെയ്യണം. നിന്റെ ജനത്തെ ആശീർവദിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ.